DCP സാറോ? ഹലോ സാർ. വരുൺ, രാധിക കൂടെയുണ്ടോ? ഉണ്ട് സാർ. സാർ പറഞ്ഞോ. നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയിരുന്നു. ഞങ്ങൾ അവിടെ മുഴുവൻ ചെക്ക് ചെയ്തു. പക്ഷേ ശ്യാമ മാഡമോ അമൃത മാഡമോ അവിടെ ഇല്ല. രാധിക പറഞ്ഞ ആ കുട്ടിയുണ്ടല്ലോ, ബിച്ചു, അവനെ കണ്ടു. അവൻ രാധികയോട് പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിച്ചു. പക്ഷേ അവൻ കാണിച്ചു തന്ന മുറിയിലെ നാളുകളായിട്ട് പേഷ്യൻസ് ഇല്ല. മെയിന്റനൻസ് നടക്കുന്നതുകൊണ്ട് അതിൽ പേഷ്യൻസിനെ പ്രവേശിപ്പിക്കാറുമില്ല. സാർ, സാറും സാറിന്റെ ഫോഴ്സും കൂടി ഒരു സ്ഥലം സെർച്ച് ചെയ്തിട്ട് അതിനെ സംശയിക്കുകയാണെന്ന് കരുതരുത്. ഒരുപക്ഷെ സാർ അവിടെ ചെന്നതിന് ശേഷം അവർ ശ്യാമ മാഡത്തിനെ മാറ്റിയതാണെങ്കിലോ? താൽക്കാലികമായിട്ട് സംശയങ്ങളൊന്നും ഞങ്ങൾ പോലീസുകാർ തള്ളിക്കളയില്ല വരും. എനിവേ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഞങ്ങളിൽ നിന്ന് ഒളിക്കാൻ പറ്റില്ല. ഇന്നു മുതൽ കുറച്ച് ദിവസത്തേക്ക് ആ ഹോസ്പിറ്റൽ പോലീസ് നിരീക്ഷണത്തിലായിരിക്കും. നമുക്ക് അവിടുന്ന് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് നോക്കാം. ഓക്കെ? ശരി സർ. പിന്നെ ആ കുട്ടിയുടെ കാര്യം, ബിച്ചുവിന്റെ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യേണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു പറയേ, ഞാൻ അവരോട് സംസാരിക്കാം. ഓക്കെ സാർ. ആൻഡ് രാധിക, ഡോണ്ട് വറി. അമ്മയുടെ കാര്യത്തിൽ സാധാരണ ഒരു കേസിനേക്കാൾ വളരെ ടെൻസ്ഡ് ആണ് ഞാൻ. പരമാവധി വേഗത്തിൽ നമുക്ക് ശ്യാമ മാഡത്തിനെ കണ്ടുപിടിക്കാം. ഓക്കെ? ഓക്കെ വരും, ഞാൻ വിളിക്കാം. ശരി സാർ. എടോ, ഒട്ടും ഭാഗ്യമില്ലല്ലേ വരുൺ. മാറ്റി നിർത്താനാണെങ്കിൽ അവർക്ക് ഇതിനെ കൂടുതൽ സമയമല്ലേ. ആ പ്രതീക്ഷ അവസാനിച്ചു. നമ്മൾ കണ്ടുപിടിക്കടോ. ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കും.